ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു കേക്കാണ്. പപ്പായ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. വായിലിട്ട് അലിഞ്ഞു പോകും. അങ്ങനെ ഒരു പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിന് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് പപ്പായ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടാണെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് 2 കപ്പ് എടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്തെടുത്താൽ നല്ല പുറത്താണെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ എടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് പപ്പായാണ്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. വെള്ളം പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പപ്പായക്കൊന്ന് മാറ്റി വെച്ച് നമുക്ക് ഇനി ഒരു ബൗൾ എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യും. അപ്പോൾ ഇനി അത് മാറ്റി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമായ പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ്. 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ പപ്പായയിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ അരിച്ചു വെച്ച മൈദ ഉണ്ടല്ലോ അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ അതും കൂടി മിക്സ് ആക്കിയെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മിക്സിങ് ആണ്. അപ്പോൾ പഞ്ചസാരയും മൈദയും അതിലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നല്ല പോലെ മിക്സായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പപ്പായയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു അരിപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിൽ വല്ല അതിൻ്റെ കുരു എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേക്കിന് കയ്പ്പൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് തന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പപ്പായൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇതുവരെ എഗ്ഗൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പപ്പായ ആഡ് ചെയ്തതിന് ശേഷമാണ് എഗ്ഗൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പപ്പായ അതുപോലെ നല്ല പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പപ്പായയും കൂടെ നല്ല പോലെ മിക്സായിട്ട് വരണം. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓയിൽ അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സിംഗ് ആണ് ഇതിൻ്റെ ബെസ്റ്റ്. മിക്സിങ് റെഡിയായാൽ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ഓയിലൊക്കെ മിക്സ് ആയതിനു ശേഷം ഞാൻ നമ്മൾ പഞ്ചസാര പൊടിച്ച ജാറിലോട്ട് തന്നെ 3 മുട്ടയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. 3 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ. അപ്പം മുട്ടയൊക്കെ അടിച്ചെടുത്ത് കുറച്ചായിട്ട് നമുക്ക് അതിലേക്ക് മുട്ടയിലോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മുട്ടേൻ്റെ പച്ചമണം വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. വാനില എസൻസ് ഓവർ ആവരുത്. അപ്പോൾ നമ്മുടെ പപ്പായൻ്റെ ടേസ്റ്റ് നമുക്ക് മുന്നോട്ട് നിൽക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ എഗ്ഗൊക്കെ അതിലേക്ക് ഒന്ന് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് കുത്തി കലക്കി എടുക്കരുത്. ഫോൾഡ് ചെയ്തിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുത്തിട്ട് മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തതല്ലേ നമ്മൾ. അപ്പോൾ ആ മുട്ടേൻ്റെ ഇതൊന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കേക്ക് ഒന്ന് പൊങ്ങി വരണമെങ്കിലൊക്കെ നല്ല പോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നട്ട്സുകളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലൊന്നും ആഡ് ചെയ്തില്ല, വെറും ട്യൂട്ടി ഫ്രൂട്ടി മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം മിക്സായി വന്നപ്പോൾ ഞാൻ 2 മോൾഡ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 kgൻ്റെ 2 മോൾഡാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വലുത് വേണമെങ്കിൽ വലുതെടുക്കാം. അപ്പോൾ ഞാൻ ചെറുതിലുണ്ടാക്കാൻ കരുതിയിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ 2 മോൾഡിലും പകുതിയായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ല പോലെ ടാപ്പ് ചെയ്തിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ. നമുക്ക് ഓവനിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ സ്റ്റൗവിൽ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് വൈറ്റ് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബാക്ക് ചെയ്ത് വരുമ്പോൾ ഒരു നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിന് വേണ്ടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 150 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 35 മിനിറ്റ് അപ്പോൾ നമ്മളെ കേക്കൊക്കെ റെഡി വന്നിട്ട് നല്ല അടിപൊളി കളർഫുള്ളായിട്ട് കിട്ടും. നല്ല കളർ മുകളിലൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ
എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകും അങ്ങനത്തെ ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കഴിച്ചവരൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.